ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നോമ്പ് തുറക്കൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് ആദ്യം തന്നെ 2 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു മുട്ട, അതുപോലെ 1 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ചെറിയ ചൂടുവെള്ളമാണ് വേണ്ടത്, അധികം ചൂട് പാടില്ല. ഇതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി 2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് ഇതിന് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാം. ഞാനിവിടെ 350 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, അതുപോലെ ഒരല്പം ചിക്കൻ മസാല കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇത് ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട നൂഡിൽസ് തയ്യാറാക്കാം. 1.5 കപ്പ് വെള്ളത്തിൽ നൂഡിൽസ് മസാലയോ അതുപോലെ നൂഡിൽസ് ചെറുതായിട്ട് പൊടിച്ചത് ചേർത്ത് വേവിച്ചെടുക്കണം. നൂഡിൽസ് ചെറുതായിട്ട് തന്നെ പൊടിച്ചെടുക്കണം, എങ്കിലേ നമുക്കിത് ഫില്ല് ചെയ്യാൻ പറ്റൂ. അങ്ങനെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കനും വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ചെറുതായിട്ട് നുള്ളിയെടുക്കണം. കൈവച്ച് നുള്ളിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച നൂഡിൽസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് സലാഡാണ്. അതിനായി ഒരു തക്കാളി കുരുവൊക്കെ കളഞ്ഞ് മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പകുതി കക്കിരി, ഒരു പകുതി ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുക്കാം. മയോണൈസ് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരല്പം മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. നേരത്തെ തയ്യാറാക്കിയ മാവ് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് കുഴച്ച് ചെറിയ ബോൾസ് ആക്കി എടുക്കണം. ഇത് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല, കൈവച്ച് ജസ്റ്റ് ഒന്ന് ബോൾസ് ആക്കി എടുത്താൽ മതി. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം, റൗണ്ടോ അതുപോലെ ഓവലോ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിത് മുഴുവനായി ബോൾസാക്കി എടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്കിതൊന്ന് മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം. ഞാനിത് മുഴുവൻ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുപോലെ തന്നെ ഉള്ളു വേവും ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിത് മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഓരോ ബോൾസ് എടുത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ അകത്താണ് നമ്മൾ ഫില്ല് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ അകത്തുള്ള ബൺസൊക്കെ കുറച്ചൊന്ന് റിമൂവ് ചെയ്യുക, എങ്കിലേ നമുക്ക് നന്നായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച സലാഡ് ചേർക്കുക. അതുപോലെ ഫില്ലിങ്ങും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് ചൂടോടെ ഉണ്ടാക്കി കഴിക്കണം, അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഒരുപാട് തണിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി ചൂടോടെ കഴിക്കാൻ തന്നെ ശ്രദ്ധിക്കുക. ഇതിൻ്റെ മേലെ ഒരല്പം ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരല്പം മയോണൈസ് കൂടെ ചേർക്കുക. എനിക്ക് മയോണൈസിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ അധികം ചേർക്കാത്തത്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ഫ്രൈഡ് ചിക്കൻ നൂഡിൽ ബൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്